ഇന്നാരെ കണി കണ്ടേന്ന് അറിയില്ല, ഫുള്ള് തീറ്റക്കാരി മാത്രമേ ഉള്ളൂ. സ്കൂളിൽ നേരെ വിട്ടിട്ട് മന്തി തിന്നാണ്. ഇവിടെ റൈസിനേക്കാളും മയോനൈസിനും സോസിനോട് തല്ലൂടുന്നത്. പീസ് ഇങ്ങനെ എടുത്തുവെച്ച് റൈസ് മാത്രം തിന്നുന്ന ഒരു ദുരന്തം എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. അയ്യേ, ഒരു കണ്ണാടി കണ്ടിട്ട് വെച്ചാൽ ഇങ്ങനെ അടക്ക പിള്ളേര് ഇനി ഫോട്ടോ എടുക്കണം അത്രേ. ഇനി തിന്നതിന്റെ പൈസ ആരെ കൊടുക്കുക? പെരിയിൽ നോക്കുമ്പോൾ വലിയ മാമന്റെ മൂത്ത സന്ധത്തിൽ ലാൻഡ് ആയി. ഞാൻ ഓളെക്കാളും മൂത്താണ്, ഇതിന് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു JCB ഉണ്ട്, ഞങ്ങൾ ഒരു ടീമാവും. പിന്നെ ഇതിനെ കൊണ്ട് നല്ല സമാധാനമുണ്ട് പെരിയില്. അവസാനം ഒരു കാർട്ടൂൺ ഇട്ട് അതിനെ സൈഡാക്കി. പതിവില്ലാത്ത സ്മെല്ലും കണ്ട് കിച്ചണിൽ ചെന്നതാ അച്ഛന്റെ അച്ചാർ. ഡാഡി ഉണ്ടാക്കുന്നതുകൊണ്ട് പാക്കറ്റ് കണക്കിനാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പൊ പിന്നെ ഇന്ന് കുറച്ച് മാങ്ങ എടുത്ത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ ഒരാൾ കാശോ കുനാഫ കേക്ക് ഉണ്ട്. അതിനെടുത്ത് നിന്ന് അടി കിട്ടും, കാരണം നാട്ടുകാർക്ക് കൊടുക്കാനുള്ള. അങ്ങനെ വെറുതെ ഇരിക്കുന്ന ക്ഷീണം മറ്റൊരു ചായ ഉണ്ട്. രാത്രി എന്തെങ്കിലും കഴിക്കണം എന്നാണല്ലോ ദിനചര്യ. പക്ഷെ രാത്രി നമ്മൾ അധികം തിന്നാൻ പാടില്ല, അതുകൊണ്ട് ലേറ്റ് ആയിട്ട് ഒരു മന്തി മാത്രമേ തിന്നു. ഇനി ബാക്കിയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ബ്രൗണി കൂടെ കയറ്റി. അത് ആളെണ്ണത്തിൽ കറക്റ്റായി ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുടുംബത്തിലൊരു കലാപം തന്നെ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ അതും തിന്ന് തീർത്ത് കടന്നുറങ്ങി. അപ്പൊ ശരി എന്നാ.